കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോയ പത്മജ വേണുഗോപാലിനെ തിരികെ കൊണ്ടുവരാൻ സ്വന്തം സഹോദരൻ തന്നെ മുൻകൈയെടുക്കുമ്പോൾ അത് വലിയ ഒരു എഫക്റ്റീവ് മെത്തേഡാണ് എന്ന് തന്നെയാണ് പലരും പറയുന്നത്. പത്മജ തിരികെ കൊണ്ടുവന്ന് അവർക്ക് അർഹതപ്പെട്ട സ്ഥാനം നേടിക്കൊടുക്കാൻ കൃത്യമായും കെ മുരളീധരന് കഴിയും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ കെ മുരളീധരൻ ഇന്നേ വരെ അങ്ങനെ അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള കേണപേക്ഷകളൊന്നും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. അവരവരുടെ കാലിബറിൽ ജയിക്കുന്നെങ്കിൽ ജയിക്കട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. അതാണ് കെ മുരളീധരൻ്റെ നിലപാട്. പക്ഷേ കെ കരുണാകരൻ പോലും അദ്ദേഹം കോൺഗ്രസിനോട് എതിരഭിപ്രായം ഉണ്ടായിരുന്ന സമയത്തും കെ മുരളീധരനെയും വിളിച്ചുകൊണ്ട് പാർട്ടി വിട്ടപ്പോഴും വർഗീയ ഫാസിസ്റ്റ് ശക്തികളോട് സന്ധി ചെയ്യാൻ അദ്ദേഹം തയ്യാറായിട്ടില്ലായിരുന്നു എന്നുള്ളത് കെ മുരളീധരൻ ഉറച്ചു പറയുന്ന ഒരു ഡയലോഗ് തന്നെയാണ്. എന്നാൽ തൃശ്ശൂരിലെ തോൽവിക്ക് ശേഷം ചില പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് കെ മുരളീധരൻ്റെ നിലപാട് വ്യക്തമാക്കുന്നത്. പത്മജ തൃശ്ശൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വീണ്ടും മത്സരിക്കേണ്ടതിൻ്റെ അനിവാര്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പത്മജയ്ക്ക് തൃശ്ശൂരിൽ കാര്യമായ സ്വാധീനമുണ്ട്. എന്നാൽ അവർ കുറച്ചുകൂടി ക്ഷമയോടെ കാത്തിരുന്നെങ്കിൽ 2026 തൃശ്ശൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമായിരുന്നു. കഴിഞ്ഞ തവണ വിജയത്തിൻ്റെ വക്കോളം എത്തിയ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു. വെറും 1300 വോട്ടുകൾക്ക് മാത്രമാണ് പത്മജ തോറ്റത്. അന്ന് ശക്തമായൊരു ത്രികോണ മത്സരം തൃശ്ശൂർ നിയോജക മണ്ഡലത്തിലുണ്ടായി. സുരേഷ് ഗോപി എത്രയൊക്കെ ആഞ്ഞടിക്കാൻ ശ്രമിച്ചിട്ടും തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ 3ാം സ്ഥാനത്തേക്കാണ് പോയത്. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ഒരു സന്ദേശം പത്മജ UDF വിട്ട് BJPയിലേക്ക് പോയത് തന്നെയായിരുന്നു. അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇത്തരത്തിൽ ഒരു പന്തികേട് ഉണ്ടാകില്ലായിരുന്നു. കെ മുരളീധരൻ്റെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിത്വം പലർക്കും ദഹിച്ചില്ല. ഒരുപക്ഷെ TN പ്രതാപൻ തന്നെയായിരുന്നു മത്സരിച്ചതെങ്കിൽ സുരേഷ് ഗോപിയുടെ വിജയം അവിടെ നടക്കില്ലായിരുന്നു. ഒരുപക്ഷെ PS സുനിൽകുമാർ വിജയിച്ചാൽ പോലും സുരേഷ് ഗോപി വിജയിക്കാൻ സാധ്യതയില്ലായിരുന്നു. അങ്ങനെ കുറേ രീതിയിൽ അട്ടിമറികളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് തൃശ്ശൂരിൽ നടന്നത്. എന്നാൽ കെ മുരളീധരൻ കൃത്യമായി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വട്ടിയൂർക്കാവ് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. ഉറപ്പായും VK പ്രശാന്തിനെതിരെ കെ മുരളീധരനാണ് മത്സരിക്കുന്നതെങ്കിൽ പ്രശാന്ത് പച്ച തൊടില്ല. അത് 100 തരമാണ്. കെ മുരളീധരന് വട്ടിയൂർക്കാവിൽ ജനങ്ങളോടുള്ള സ്വാധീനം എന്നത് അത്ര കണ്ട് ഉറച്ചതാണ്. 2011 വിജയിച്ചപ്പോഴും 2016 ശക്തമായ ഇടതു തരംഗത്തിൽ പല മണ്ഡലങ്ങളും കോൺഗ്രസിന് നഷ്ടപ്പെട്ടപ്പോഴും വട്ടിയൂർക്കാവ് ആടാതെ ഉലയാതെ കെ മുരളീധരനോടൊപ്പം നിന്നു. അന്ന് കെ മുരളീധരൻ പറഞ്ഞൊരു ഡയലോഗ് വളരെ പ്രസക്തമാണ്. കോൺഗ്രസിന് ഒരു സുനാമി അടിച്ചതുപോലെ പല നേതാക്കളും വീണപ്പോഴും തന്നെ തൻ്റെ നാട്ടുകാർ വിടാതെ പിടിച്ചു നിർത്തി എന്നുള്ളതാണ്. കുമ്മനം രാജശേഖരനെയാണ് 7622 വോട്ടുകൾക്കെന്ന് കെ മുരളീധരൻ പരാജയപ്പെടുത്തിയത്. പത്മജ കൂടെ ഉണ്ടെങ്കിൽ കോൺഗ്രസിന് വലിയ രീതിയിലുള്ള കരുത്തായിരിക്കും. ആന്റണിയുടെ മകൻ കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞ് BJPയിലേക്ക് പോയതുപോലെ പത്മജ പോകേണ്ടിയിരുന്നില്ല. പല രീതിയിലും തെറ്റുപറ്റും. എന്നാൽ ആ തെറ്റ് തിരുത്തുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നുള്ളതാണ് കെ മുരളീധരൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്.